ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിൽ എങ്ങനെയാണ് സിമ്പിളായിട്ടൊരു ഇൻവോയ്സ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റിൻ്റെ ലിങ്ക് ഇടുന്നതായിരിക്കും. ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ എക്സലിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് സം ആണ് അല്ലേ. അപ്പോൾ ആ സം ഫംഗ്ഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ബില്ല് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇൻവോയ്സ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് ഐറ്റം നമ്പർ, ഡിസ്ക്രിപ്ഷൻ, പ്രൈസ്, ക്വാണ്ടിറ്റി, എമൗണ്ട് ഇതൊക്കെയാണ്. ഇത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതല്ല ഇതിൽ നിന്ന് എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചെയ്യാം. എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോളംസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, അതുപോലെ തന്നെ ഞാനിവിടെ ABC കമ്പനി എന്നുള്ള കമ്പനി നെയിം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കമ്പനി നെയിം ആഡ് ചെയ്യാം. പിന്നെ ലോഗോ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ബിൽ നമ്പർ ഉണ്ട്, പിന്നെ ഡേറ്റ്. ഓക്കെ, കറണ്ട് ഡേറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ടോട്ടൽ ഉണ്ട്, GST പെർസെൻറ്റേജ് ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടൽ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബില്ലിൽ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൻ്റെ വർക്കിംഗ് ഒന്ന് കാണാം. ഞാനിവിടെ ഐറ്റം നമ്പർ 1 കൊടുക്കുകയാണ്. ടാബ് കീ പ്രസ് ചെയ്ത് നമുക്ക് പോവാം. പ്രോഡക്റ്റ് 1 എന്നാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഇനി അടുത്തത് പ്രൈസ് ആണ്. അതായത് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ പേരെന്താണോ അതിവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പ്രൈസ് എന്ന് പറയുന്നത് ഞാനൊരു 45 ആണ് ഇടുന്നത്. ദെൻ ടാബ് കീ പ്രസ് ചെയ്തിട്ട് എത്ര ക്വാണ്ടിറ്റി ആണുള്ളത്? 3 ആണുള്ളത്. ദെൻ നമ്മൾ ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ എമൗണ്ട് ഇവിടെ വന്നു. 45 റുപ്പീസ് ആണുള്ളത്. ഇപ്പോൾ 3 സാധനങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ വന്നു. അടുത്തത് ഐറ്റം നമ്പർ 2 ആണ്. പ്രോഡക്റ്റ് 2 എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. ദെൻ എമൗണ്ട് എന്ന് പറയുന്നത് 38 ആണ് കൊടുക്കുന്നത്. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5 ആണ് ഇടുന്നത്. ടാബ് കീ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ എമൗണ്ട് ഇവിടെ വന്നു. ഇത് നിങ്ങൾക്ക് താഴേക്കും കാണാം. സപ്പോസ് നമുക്കിവിടെ 2 ഐറ്റംസേ ഉള്ളൂ എങ്കിൽ കംപ്ലീറ്റും നമുക്കിവിടെ ടോട്ടലും വന്നിട്ടുണ്ട്, GST കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും വന്നിട്ടുണ്ട്, ഗ്രാൻഡ് ടോട്ടലും വന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബില്ല് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കാണാം. അപ്പോൾ ഞാൻ പുതിയൊരു വർക്ക്ഷീറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മൾ നമ്മുടെ ഇൻവോയ്സ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 2 റോസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതിലാണ് കമ്പനി നെയിം ടൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് സ്ക്രാച്ച് തൊട്ടിട്ട് ഉണ്ടാക്കുകയാണ്. ഈ 2 റോസ് സെലക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ ABC കമ്പനി എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യണം? ഈ സെല്ലിൻ്റെ ഈ ഒരു പാർട്ടീഷൻ ഉണ്ടല്ലോ, കോളംസ് ഒക്കെ ഉള്ള ഈ പാർട്ടീഷൻ നമ്മളൊന്ന് മാറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്? മെർജ് ആൻഡ് സെൻറ്റർ എന്നുള്ള ഈ ഓപ്ഷനാണ്. അപ്പോൾ കണ്ടോളെ, അത് ക്ലിക്ക് ചെയ്ത പാടെ കംപ്ലീറ്റും പോയി അല്ലേ, മെർജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ ABC കമ്പനി എന്ന് ക്യാപിറ്റൽ ലെറ്ററിലാണ് കൊടുക്കാൻ പോകുന്നത്. ABC കമ്പനി കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിവിടെ താഴെയാണ് വന്ന് കിടക്കുന്നത് അല്ലേ. അതിനെ നമുക്ക് സെൻറ്ററിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ അലൈൻമെൻറ്റിൽ വന്നിട്ട് മിഡിൽ അലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, അതിപ്പോൾ മിഡിലിലേക്കായി. ഇനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഫോൺ സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാം. ABC കമ്പനി എന്ന് ഇപ്പോൾ നന്നായിട്ട് വന്നു അല്ലേ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള ഒരു കളർ വയ്ക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഫോൺ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഫോണ്ട് ഒന്ന് കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ പോയിട്ട് ഫോൺ കളർ മാറ്റാം. മനസ്സിലായല്ലോ? അപ്പോൾ അങ്ങനെ നമ്മുടെ കമ്പനി നെയിം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കൊരു ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ് വേണം. അതുപോലെ തന്നെ എംബ്ലം വേണം, ബിൽ നമ്പർ വേണം. ആദ്യം നമുക്ക് എംബ്ലവും കൊടുക്കാം, അതുപോലെ തന്നെ ഇൻവോയ്സ് എന്നുള്ള ടൈറ്റിലും കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ 2 റോസ് ആണ് മെർജ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ആദ്യം സെലക്ട് ചെയ്ത് വെച്ചു മെർജ് ആൻഡ് സെൻറ്റർ കൊടുക്കുകയാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എംബ്ലം ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻസേർട്ട് ടാബിൽ പോവുക, പിക്ചേഴ്സ് എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ ദിസ് ഡിവൈസ് എന്നുള്ളതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതാ നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ABC കമ്പനി എന്നുള്ള ഈ എംബ്ലം ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. വലിയ ഇമേജ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെറുതാക്കാം. നമുക്ക് വേണ്ട സൈസിനനുസരിച്ച് നമുക്ക് ചെറുതാക്കി കൊണ്ടുവരാം. ഞാനിവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് വേണ്ടത് എന്താണ്? ഇനി ഇൻവോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈറ്റിലാണ് അല്ലേ. ഇൻവോയ്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മിഡിൽ അലൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അലൈൻമെൻറ്റിൽ പോവുക, ദെൻ മിഡിൽ അലൈൻ ക്ലിക്ക് ചെയ്യുക. കണ്ടല്ലോ, ഇതിൻ്റെ നമുക്ക് ഫോണ്ടും ബോൾഡാക്കി കൊടുക്കാം. ഒന്ന് സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കാം. കണ്ട, അപ്പോൾ അതും സെറ്റായിട്ടുണ്ട്. ഇതിനും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബിൽ നമ്പറും ഡേറ്റും ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സെല്ല് കംപ്ലീറ്റും മെർജ് ചെയ്യാണ്. എന്നിട്ട് ബിൽ നമ്പർ
ലെഫ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അലൈൻ ലെഫ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. കണ്ടല്ലോ. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഇടാൻ പോകുന്നത് ഡേറ്റ് ആണ്. ഇവിടെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് കറണ്ട് ഡേറ്റ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, കൺട്രോൾ കീയും സെമി കോളനും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്താൽ മതി. കണ്ടോ, ഇന്നത്തെ ഡേറ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. പിന്നെ ഇതിൻ്റെ താഴെ തന്നെ ബിൽ നമ്പർ വരുന്നതുകൊണ്ട് ഞാനിതൊന്ന് റൈറ്റിലേക്ക് അലൈൻ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരിക. ഇപ്പോൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇവിടെ സെറ്റായിട്ടുണ്ട്. ബിൽ നമ്പറും ഡേറ്റും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ബോൾഡാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഹെഡേഴ്സ് ഒക്കെ കൊടുത്തു തുടങ്ങാം. അതായത് കോളം ഹെഡേഴ്സ് എന്തൊക്കെയാണ്, ഐറ്റം നമ്പർ, എന്നിട്ട് ടാബ് അടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സെല്ലിലേക്ക് പോയിക്കോളും. അടുത്തത് എന്താണ്, ഡിസ്ക്രിപ്ഷൻ, അത് കഴിഞ്ഞ് പ്രൈസ്, ദെൻ ക്വാണ്ടിറ്റി, ദെൻ എമൗണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ആയിട്ടും ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കാം. ബോൾഡ്. ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കോളം ഹെഡേഴ്സും എൻ്റർ ചെയ്ത് കൊടുത്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ കോളം വേണമെന്നുണ്ടെങ്കിൽ ഈ ABC കമ്പനീനെ കുറച്ചുകൂടി ഇങ്ങോട്ടേക്ക് മെർജ് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇവിടെ കോളംസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് മോഡിഫൈ ചെയ്യാം. ഇനിയാണ് നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഐറ്റം നമ്പറിന് നമുക്ക് ഇവിടെ ഒരു കാൽക്കുലേഷനും വേണ്ട അല്ലേ, അതേപോലെ ഡിസ്ക്രിപ്ഷനും വേണ്ട. അതൊക്കെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. പ്രൈസ് എൻ്റർ ചെയ്ത് കൊടുക്കും, ക്വാണ്ടിറ്റിയും എൻ്റർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഫോർമുല വേണ്ടത് എവിടെയാണ്, എമൗണ്ടിലാണ്. അതായത് എമൗണ്ടിൽ എന്താ വേണ്ടത്, പ്രൈസും ക്വാണ്ടിറ്റിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. സപ്പോസ് നമ്മളൊരു 50 റുപ്പീസ് ഉള്ള ഒരു ഐറ്റം അതൊരു 5 എണ്ണം വാങ്ങുകയാണെങ്കിൽ 250 റുപ്പീസ് ആയിരിക്കും അതിൻ്റെ എമൗണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന രീതിയിൽ നമുക്കിവിടെ ഇക്വേഷൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു ഇടുന്നു. എന്താണ് ചെയ്യേണ്ടത്, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പ്രൈസ് ഇൻറ്റു സ്റ്റാർ ആണ് ഇടേണ്ടത്, ദെൻ ക്വാണ്ടിറ്റി, എൻ്റർ കീ അടിക്കുന്നു. കണ്ട. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒന്നും ഇല്ലാത്തത് കൊണ്ട് 0 ആണ് വരിക. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. 50 റുപ്പീസ് ഉള്ള ഒരു ഐറ്റം നമ്മൾ ക്വാണ്ടിറ്റി 5 ആണെന്നുണ്ടെങ്കിൽ എൻ്റർ കീ അടിച്ചിട്ടുണ്ടെങ്കിൽ 250 റുപ്പീസ് വന്നു. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഡിലീറ്റ് ആക്കി കൊടുക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ അവിടെ പോയിട്ട്, അതായത് നമ്മൾ ഫോർമുല ടൈപ്പ് ചെയ്ത ഈ ഒരു സെല്ലിൽ വന്നിട്ട് ഡിലീറ്റ് ആക്കി കൊടുക്കരുത്. കംപ്ലീറ്റ് ഫോർമുലയും പോകും, പിന്നെ ഇത് വർക്ക് ആവില്ല. മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ 0 ഡിസ്പ്ലേ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസും ക്വാണ്ടിറ്റിയും ഒന്നും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ എമൗണ്ടിൻ്റെ ആ ഒരു ഫോർമുല നമ്മളിവിടെ സെറ്റ് ചെയ്തു. ഇനി എത്ര സെൽസിലേക്ക് നമുക്കിത് വേണോ അത്രയും സെൽസിലേക്ക് കോപ്പി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്തിട്ട് ഞാനൊരു ഇത്ര സെൽസാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും സെൽസിലേക്ക് നമ്മുടെ ഫോർമുല ഇപ്പോൾ കോപ്പി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സംഭവത്തിന് കംപ്ലീറ്റ് ആയിട്ടും സെലക്ട് ചെയ്തിട്ട് ഒരു ബോർഡർ കൊടുക്കുകയാണ്. ഓക്കെ. അതായത് ഐറ്റംസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ആ ഒരു ഡാറ്റ റേഞ്ചിന് ഞാനൊരു ബോർഡർ സെറ്റ് ചെയ്യുകയാണ്. ബോർഡേഴ്സിൽ പോവുക, ഹോം ടാബിലാണ്, ബോർഡേഴ്സിൽ പോവുക, ദെൻ ഓൾ ബോർഡേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരാം. അതായത് ആകെ ഒരു 7 ഐറ്റംസ് മാത്രമേ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ നമുക്ക് കൂടുതൽ ഐറ്റംസ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജസ്റ്റ് നമ്മൾ ഈ സമ്മ് എൻ്റർ ചെയ്ത് കൊടുത്താൽ അത്രയും റോസ് ഉണ്ടല്ലോ അത് കംപ്ലീറ്റും സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൺട്രോൾ T അടിച്ച് ടേബിൾ ആക്കുക. മനസ്സിലായല്ലോ. ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഓക്കെ അടിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫോണ്ടൊന്നും കാണുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഫോണ്ടിനെയൊക്കെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബിൽ പോവുക, ദെൻ ഫോൺ കളർ ഒന്ന് മാറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ. അപ്പോൾ ബ്ലാക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് എല്ലാം ക്ലിയർ ആണല്ലേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണ്, ടോട്ടലും GSTയും അതുപോലെ തന്നെ ഗ്രാൻഡ് ടോട്ടലുമാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ടോട്ടൽ എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമുക്ക് ഇക്വേഷൻ ടൈപ്പ് ചെയ്യാം. എന്താണ്, ഈക്വൽ ടു സം, ദെൻ ഇത് കംപ്ലീറ്റും സെലക്ട് ചെയ്യുകയാണ്. പാരന്തസിസ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ കീ അടിക്കുന്നു. ഇനി അടുത്തതായിട്ട് GST, അത് ഞാൻ കൊടുക്കുന്നത് 18% ആണ്. ടാബ് കീ പ്രസ് ചെയ്യുന്നു, ഈക്വൽ ടു ഈ ഒരു സെല്ല് ഇൻറ്റു 18/100 എൻ്റർ അടിക്കുന്നു. അടുത്തതായിട്ട് ഗ്രാൻഡ് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്തു, ടാബ് കീ പ്രസ് ചെയ്യുന്നു, ദെൻ ഈക്വൽ ടു ഗ്രാൻഡ് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ടോട്ടൽ പ്ലസ് GST ആണ്. മനസ്സിലായല്ലോ. അപ്പോൾ അതായത് ആ 2 സെല്ലും സെലക്ട് ചെയ്ത് സമ്മ് കാണുകയാണ്. ദെൻ എൻ്റർ അടിക്കുന്നു, അവിടെയും 0 വന്നു. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ടോട്ടലും GSTയും ഗ്രാൻഡ് ടോട്ടലും കൂടെ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ബോൾഡാക്കി കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെയും കൂടി ബോർഡർ കൊടുക്കുകയാണ്.
ഓൾ ബോർഡേഴ്സ് സെറ്റ് ചെയ്തു. ഇനി നമുക്കൊരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രിഡ് ലൈൻസ് ഉണ്ടല്ലോ അതൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. വ്യൂ ടാബിൽ പോവുക. ഗ്രിഡ് ലൈൻസ് ഇവിടെ ടിക്ക് മാർക്കിലാണുള്ളത്, അപ്പോൾ അതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബില്ല് ഉണ്ടാവുക. ഇനി നമുക്കൊന്ന് എൻ്റർ ചെയ്ത് നോക്കാം അല്ലേ. ഐറ്റം നമ്പർ 1 ആണ് ഞാനിവിടെ കൊടുക്കുന്നത്. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് എന്താണോ പ്രോഡക്റ്റിൻ്റെ പേര് ഞാൻ ജസ്റ്റ് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ P1 എന്ന് കൊടുക്കുകയാണ്. പ്രൈസ് 45, ക്വാണ്ടിറ്റി 2. ടാപ്പ് കീ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ എല്ലാ കാൽക്കുലേഷനും ഇവിടെ തന്നെ വന്നു കഴിഞ്ഞു, കണ്ടല്ലോ. ഇനി അടുത്തത് ഇനിയും ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. ടാപ്പ് കീ പ്രസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമ്മുടെ എല്ലാ കാൽക്കുലേഷൻസും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ടോട്ടലും GSTയും ഗ്രാൻഡ് ടോട്ടലും കിട്ടിയിട്ടുണ്ട്. ഒരു കാര്യം പറയാനുള്ളത്, ബിൽ നമ്പർ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ എക്സ്ട്രാ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ വേണം എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം, എന്നിട്ട് വേണം നമ്മൾ സെൽസൊക്കെ മെർജ് ചെയ്യാൻ. ഇനിയിപ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു ഐറ്റം കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടാപ്പ് കീ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ലാസ്റ്റിലുള്ള ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് ടാപ്പ് കീ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും ഐറ്റംസ് ഇവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഐറ്റംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, കണ്ടോ. അപ്പോൾ അങ്ങനെ എത്ര ഐറ്റംസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് കീ മാത്രം പ്രസ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിൻറ്റ് പ്രിവ്യൂ ഒന്ന് നോക്കാം. ഫയലിൽ പോവാം, പ്രിൻ്റ് എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പ്രിൻറ്റ് റിവ്യൂ വരിക. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻ്റ് ഏരിയ സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് പ്രിൻ്റ് ചെയ്താൽ മതി. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.